ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാൻ 85 കിലോയിൽ നിന്നും 75 കിലോ ആവാനായിട്ട് ഞാൻ കഴിക്കുന്ന ഫുഡാണ് കാണിച്ചിട്ട്. 2 എണ്ണം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട് ഓൾറെഡി, ഇത് സെക്കൻഡാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇത് ഞാൻ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമാണ് കഴിക്കുക. രാവിലെ ആണെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് ഇത് കഴിക്കും. വൈകുന്നേരം ആണെങ്കിൽ വൈകുന്നേരത്തെ ഡിന്നർ നമ്മൾ കഴിക്കാതെ ഇതാണ് ഡിന്നറിന് പകരമായിട്ട് കഴിക്കുക. ഓക്കെ, ഇതെന്താ സംഭവം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സൂചി ഗോതമ്പ് റവ അല്ലെങ്കിൽ എങ്ങനെയാ ഇപ്പം നുറുക്ക് ഗോതമ്പല്ല, അതിൻ്റെയും ചെറുത്. നമുക്ക് വളരെ തരിയായിരിക്കും കേട്ടോ. നമുക്ക് വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് വേവും. ചില പാക്കറ്റുകളൊക്കെ ചിലത് ബ്രാൻഡുകൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ വേവിക്കേണ്ടി വരും. അപ്പം ഞാനിതിപ്പോൾ 2 പേർക്കുള്ളതാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 3 ഗ്ലാസ് വെള്ളം ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് ആക്കി കൊടുക്കുക കേട്ടോ. ഇത് കണ്ടല്ലോ, ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പാക്കറ്റ് ഇങ്ങനെ പൊട്ടി കാണിക്കാൻ കാരണം ചിലർക്ക് ഡൗട്ട് വരുന്നത് എന്താണ് നുറുക്ക് ഗോതമ്പല്ലേ എന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പാക്കറ്റോടുകൂടി എടുത്ത് കാണിച്ചത്. അപ്പോൾ ഇത് തന്നെ ബ്രാൻഡുകൾ മാറുന്ന സമയത്ത് ചിലതിന് വേവ് കൂടുതൽ വരാറുണ്ട്. ഇതുണ്ട്, വളരെ തരിയാണ്. നമ്മൾ സാധാരണ ബോംബെ റവയൊക്കെ അതിനെക്കാട്ടും തരിയായിട്ടുള്ള ഇതാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. വെള്ളം തിളച്ച ശേഷം അപ്പം നമ്മൾ ഒരാൾക്ക് 1.5 ഗ്ലാസ് വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 2.5 ടേബിൾ സ്പൂണ് ഈ റവയാണ് ചേർക്കേണ്ടത്. ഇപ്പം ഞാനിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ ചേർക്കേണ്ടത് 2 പേർക്കുള്ളത് കൊണ്ട് വെള്ളം തിളച്ച ശേഷം മാത്രം നമ്മളത് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനൊരു 5 സ്പൂൺ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാനുണ്ട് കേട്ടോ. ഓക്കെ, വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ചില സമയം ഇതായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ റാഗി ആയിരിക്കും. അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് പകരം അല്ലെങ്കിൽ ഡിന്നറിന് പകരമായിട്ടായിരിക്കണം നമ്മളത് കഴിക്കേണ്ടത്. ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ കഴിച്ചിട്ട് ഇത് കൂടി കഴിച്ചാൽ ഡബിൾ വണ്ണം വെക്കും. അപ്പോൾ ഇതും തിളച്ച് സ്ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ തിളയ്ക്കാൻ വെക്കുക. പിന്നെ ഇത് കഴിക്കുന്ന സമയത്ത് നമ്മൾ വറുത്തതും പൊരിച്ച ഐറ്റംസൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക. സ്വീറ്റ്സും എന്തായാലും നിർത്തണം. 1/2 മണിക്കൂർ ഞാൻ നടക്കുന്നുണ്ടായിരുന്നു. ചോറൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. ചോറ് കഴിക്കാറുണ്ട്. ചില സമയം വൈകുന്നേരം ചപ്പാത്തി ആയിരിക്കും, രാവിലെ ഇതായിരിക്കും. അങ്ങനെ ആയിരിക്കും പോവുക. 2 നേരം ഇത് കഴിച്ച് കഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരം ഇത് കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും കേട്ടോ. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഇത് കഴിക്കുക, വൈകുന്നേരത്തെ ഡിന്നർ കഴിക്കാതെ ഇത് കഴിക്കുക. അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് വയറ് നിറച്ച് കഴിക്കുക. പിന്നെ നമ്മൾ വറുത്ത ഐറ്റംസുകൾ കഴിക്കരുത്. അതായത് ചിക്കൻ ഫ്രൈ, മട്ടൺ ചിപ്സ്, ബനാന ചിപ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കരുത്. സ്വീറ്റ്സ് കഴിക്കരുത്. ഫ്രൂട്ട്സൊക്കെ ധാരാളം ഞാൻ കഴിച്ചിരുന്നു. എനിക്ക് ഷുഗറും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ തൈറോയ്ഡ് ഉള്ളവർക്ക് ഇത് കഴിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ചോദിക്കും. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഞാനിപ്പോൾ എൻ്റെ കാര്യം ഞാൻ വണ്ണം കുറച്ച് കാര്യം പറഞ്ഞു. ഞാനിതിലൊരു 1/2 ഗ്ലാസ് പാല് ചേർക്കേണ്ടത്. അപ്പോൾ ചിലർ പറയും പാല് കഴിച്ചാൽ വണ്ണം വെക്കില്ല. ഇത്രയും ക്വാണ്ടിറ്റിയിൽ ആകെ ഒരു ഇത്തിരി പാല് ചേർത്തുള്ളത് 2 പേർക്ക്. അപ്പോൾ ഒരാൾക്ക് ശരിക്കും 1/4 ഗ്ലാസ് പാലേ നമ്മളതിൽ ചേർക്കുന്നുള്ളൂ. പാല് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഉപ്പിട്ടുണ്ടാക്കാം, കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പാല് കൂടി നമ്മൾ ചേർത്തില്ലെങ്കിൽ ഒരു നുള്ള ആവശ്യത്തിന് ഉപ്പിട്ടില്ലെങ്കിൽ ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാനായിട്ട്. ഞാനിപ്പോൾ പാൽ ഒഴിക്കുന്നതുകൊണ്ട് ഇതിൽ പിന്നെ നമുക്ക് പഞ്ചസാര ഒന്നും ഇടരുത്. പഞ്ചസാര ഇട്ടുകഴിഞ്ഞാൽ ഒരു കാര്യമില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ വല്ല കരിപ്പട്ടി എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാം, ചെറിയൊരു ഇതിന് വേണ്ടി മാത്രം. പക്ഷേ അത് എത്രമാത്രം എഫക്റ്റ് ആവുമെന്ന് അറിയില്ല. ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. അപ്പം നിങ്ങളിത് ഒരു 2 മാസമെങ്കിലും കുറഞ്ഞത് ട്രൈ ചെയ്യണം. ഒരു 1/2 മണിക്കൂർ നടക്കുക. ഞാൻ ചെയ്ത കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ പല മധുര പലഹാരങ്ങളും ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വറുത്തതും പൊരിച്ചതും. മീൻകറി കഴിക്കും, ചിക്കൻ കറി കഴിക്കും കേട്ടോ. അങ്ങനെയൊക്കെ കഴിച്ചതേ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഗോതമ്പ് റവയിൽ നമുക്ക് ഷുഗറൊന്നും അധികം കൂടാതെയും ഷുഗറൊക്കെ ഉള്ളവർക്കാണെങ്കിലും ഒക്കെ കുറയും ഒക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. നല്ല വണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. ആ ഡ്രസ്സിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരേ ഡ്രസ്സാണ് ഞാൻ ആ വീഡിയോയിൽ ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ 4 മാസം മുന്നേ 4 മാസത്തിന് ശേഷമുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ ശരിക്കും കാണിച്ചത്. 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ റിസൾട്ട് വന്നത് കൊണ്ടാണ് നേരത്തെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു പഴം, റോബസ്റ്റോ പഴമോ പപ്പായോ ആപ്പിളോ എന്തെങ്കിലും കൂടെ കഴിക്കും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് കഴിക്കും കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യമാണ് ഞാൻ വീഡിയോ ഇട്ടത്.